Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. കുറേ ദിവസം നോൺ വെജ് ചെയ്തേ, ഇന്നിപ്പോൾ എന്തായാലും വെജിറ്റേറിയൻ ചെയ്യാൻ പോവാ. എന്നാ വന്നാലും ഒരു ടെൻഷനും ഇല്ല. കാരണം എന്നാണെന്നറിയോ, വെജിറ്റേറിയൻകാർ എന്തോരം പേര് എന്നെ വഴക്ക് പറയാമെന്നറിയോ. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു ഇച്ചിരി വെജിറ്റേറിയൻ പ്രേക്ഷകരെയും കൂടെ ഞാൻ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വെജിറ്റേറിയനും കൂടെ കരുതിയില്ലേൽ എന്നാ ചെയ്യും, ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് കരുതുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇന്നത്തെ റെസിപ്പി നമ്മൾ എന്തായാലും വെജിറ്റേറിയനിലോട്ട് പോവാ. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ബദാമി പനീർ. ഈ ബദാമി പനീർ എന്നാന്ന് വെച്ചാലേ, ഒരുപാട് ഈ ബദാം തന്നെ വേണമെന്നൊന്നുമില്ല, അല്ലെ കാഷ്യൂനട്ട് ആയാലും മതി. പക്ഷെ കാഷ്യൂ ബദാമിനും തമ്മിൽ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്തായാലും നമ്മുടെ കറിയിൽ വരും. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ബദാം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയ ചേരുവകൾ എന്നാന്ന് വെച്ചാൽ, പനീർ ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്, സേഫും. അല്ല നേരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചോ. ഇതിപ്പോൾ കുറച്ച് പനീറാന്നേ. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാന്നേ, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ആന്നേലോ ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാന്നേ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞേക്കുവാ. ഇത് വെളുത്തുള്ളി, പിന്നെ ആന്നേല് കുറച്ച് ഇഞ്ചി, പിന്നെ ഇച്ചിരി വറ്റൽ മുളക്. ഇതെന്നാന്നോ, ഇത് ശരിക്കും ബദാം ഞാൻ തലേന്ന് വെള്ളത്തിട്ടേച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞേച്ചും അരച്ചു വെച്ചേക്കുക. ഇതിന് ഉപയോഗിക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാന്നു. അത് നമ്മൾ മറ്റേ ആ വെളിച്ചെണ്ണ ഒന്നും എടുക്കല്ലേ, ഒലീവ് ആന്നേലും കുഴപ്പമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ പ്യൂരയാ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണം, ഇച്ചിരി ജീരകപ്പൊടി വേണം, പിന്നെ ഇച്ചിരി ഗരം മസാല. അത് ഞാൻ പൊടിച്ചേക്കുവാന്നേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീമാ, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കസൂരി മേത്തി. ഈ പനീറിനും ഇതിനെല്ലാത്തിനും ബേസിക്കലി നമ്മൾ ഇച്ചിരി കസൂരി മേത്തി ഇടും, എന്നാലേ ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരത്തുള്ളൂ. അപ്പോഴേ മെയിനായിട്ട് നമ്മളിവിടെ കടുകും വറ്റൽമുളകും ഒക്കെ വറക്കുമല്ലേ എന്ന് പറഞ്ഞ കൂട്ട് മല്ലിയിലയും ജീരകവും ഈ കസൂരി മേത്തിയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നോർത്തിലേക്ക് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മീനൊക്കെ പുരട്ടി വെക്കുന്ന കൂട്ട് നമുക്ക് പനീർ ഒന്ന് പുരട്ടണം. അതിനൊരു ബൗൾ എടുത്തോണ്ട് വരട്ടെ. ഇതിനകത്തോട്ട് ആദ്യം നമുക്ക് കുറച്ച് പൊടിയെല്ലാം ഇടാവേ. അന്നേച്ച് അതിനെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പനീർ പുരട്ടാം. ആദ്യം ഇന്ന് നമുക്ക് ഐശ്വര്യമായിട്ട് മഞ്ഞപ്പൊടിയെ തുടങ്ങാം. ഒരിച്ചിരി മഞ്ഞപ്പൊടി. പനീർ എന്തോരം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്തേച്ചാൽ മതിയേ. പിന്നെ കുറച്ച് മുളക് പൊടി, ഒത്തിരി അങ്ങ് മീൻ പരട്ടുന്ന കൂട്ടൊന്നും പരട്ടണ്ട കേട്ടോ. പിന്നെ ആന്നേല ഒരു ഇച്ചിരി ഉപ്പ്, ആ പനീറെ പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് മതിയേ. പിന്നെ ആന്നേല ഒരു ഇച്ചിരി കസൂരി മേത്തി, അതായത് ആ പനീറിനും കൂടെ ആ ഒരു എന്നാ പറയുക ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ലാസ്റ്റ് നമ്മൾ ഗ്രേവിയിലിടും, എന്നാലും കുറച്ച് പനീറിൽ പെരളാനായിട്ട് ഇതിനെ അങ്ങോട്ട് മിക്സ് ആക്കി വെച്ചു. ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണേ, ഒത്തിരി ഒന്നുമല്ല, ഇച്ചിരി വെറ്റാക്കാനായിട്ട്. അന്നേച്ച് ഈ പനീറിനകത്തോട്ട് ഇട്ടേച്ച് പെരട്ടണം. പനീർ ഇച്ചിരി കട്ടിക്ക് മുറിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ബഹളം വെച്ചേച്ച് അതിനെ പെരട്ടരുത്. ഇച്ചിരി സാവധാനത്തിൽ അതിനെ പെരട്ടി എടുക്കണം. ഇനി നമുക്ക് പാൻ അങ്ങോട്ട് കത്തിച്ചേച്ചും ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട, ഒരു ഇച്ചിരി. അതായത് നമ്മുടെ പനീർ അങ്ങ് ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, അത് ഒരു ഇച്ചിരി ഒരു ഷാലോ ഫ്രൈ വാ. അന്നേരം ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തേച്ച് പിന്നെ അന്നേരം നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാനാകുന്ന സമയത്ത്
ഒരു ഇച്ചിരി കൂടി ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് ഈ പനീർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഫ്രൈ അല്ല, അതുകൊണ്ട് ഒരു ഇച്ചിരി നോക്കിയും കണ്ടേച്ച് നോക്കി ഇട്ടേച്ചാൽ മതി. നല്ല ഹൈ ഫ്ലെയിമേൽ അങ്ങോട്ട് വെച്ചേച്ചുണ്ടല്ലോ, ഇതിനെ അങ്ങോട്ട് മറിച്ച് അങ്ങ് ഇടുക. നമ്മൾ ഒരറ്റത്തിൽ നിന്നല്ല ഇട്ട് തുടങ്ങി, അന്നേരം ആദ്യം ഇട്ടതിനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ മറിച്ച് ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്ന പോലെ മറിച്ചോ. ഇതിനകത്തൊരു നമ്മൾ പറയുന്നത്, ഞാനിപ്പോൾ പറഞ്ഞ കൂട്ട് അത്ര വേഗത്തിലൊന്നും ഇത് മൊരിയുകയല്ല. എന്നാന്നറിയാം, അപ്പോൾ ഇത് ബേസിക്കലി ഇതിനകത്ത് ഒരു ഇച്ചിരി വെള്ളമുണ്ട്. അന്നേരം ആ വെള്ളം മുഴുവൻ പറ്റിയതിന് ശേഷമേ അത് അങ്ങോട്ട് മൊരിയാൻ തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് വലിയ വെപ്രാളം വേണ്ട, ആദ്യം ഇട്ടത് കണ്ടുപിടിക്കാൻ നേരമുണ്ട്. ഞാൻ ആ പനീർ വറുത്തെടുത്തു. പക്ഷെ ഞാൻ ആദ്യം ഏതായിട്ടെന്നുള്ളത് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഫുൾ അങ്ങ് വറുത്തായിരുന്നേ. അതിനിപ്പോൾ ഏതാണെന്നൊന്നും ചോദിക്കരുത്. അതുകൊണ്ട് ഇതേമാതിരി ഒരു ഷാലോ ഫ്രൈ ഇത്രയും മൂത്തേച്ചാൽ മതി, ഒരുപാട് വേണ്ട. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, ഇത് ഇത്രയും ഒന്ന് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. അതിന് മിക്സി വേണം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയെ അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം എന്ന് തന്നെ ഇല്ല. കാര്യം എന്നാന്നോ, അത് ഇച്ചിരി നാലായിട്ട് മുറിച്ചിട്ടേച്ചാലും മതി. അത് അരയ്ക്കാനുള്ളതല്ലേ, അന്നേരം പിന്നെ കുഴപ്പമില്ല. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി. ഇതിനകത്തോട്ട് എരിവ് അനുസരിച്ച് പിന്നെ ആണെങ്കിലും നമ്മൾ ഈ മുളക് പൊടി ഇടുവാന്നേ, അതുകൊണ്ട് കുറച്ച് വറ്റൽമുളക് ഇപ്പം അരയ്ക്കുക. അതനുസരിച്ച്, അതായത് ആ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് മുളക് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ വറ്റൽമുളകും അരയ്ക്കണം, എന്നാൽ നമുക്ക് മുളക് പൊടി ഇടുകയും വേണം. അപ്പോൾ അതനുസരിച്ച് ബാലൻസ് ചെയ്തോണേ. മുളക് പൊടി ഇട്ടേക്കാമെങ്കിൽ കുറച്ച് നിറവും കൂടെ കിട്ടും. ഇതിപ്പോൾ ഞാൻ 4 വറ്റൽമുളക് ഇതിനകത്തോട്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ ബദാം അരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബദാം നമ്മൾ തലേന്ന് കൂത്ത് വെച്ചേക്കുമല്ലേ, അന്നേരം അത് ചേർത്തേച്ചാലും മതി. അതല്ല അരച്ച് വെച്ചേക്കുവാണെങ്കിൽ അതായാലും മതി. ഇതിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു പകുതി ഇതിനകത്തോട്ട് ചേർത്തേച്ച് ലാസ്റ്റ് നമ്മൾ ക്രീമൊക്കെ ചേർക്കുവല്ലേ, അന്നേരം കുറച്ചുകൂടെ ചേർത്താറുണ്ടല്ലോ ഇച്ചിരി കൂടെ രുചി കിട്ടും. അന്നേരം ഇത് ഇവിടെ ഇരിക്കട്ടെ. അന്നേച്ച് ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ഒഴിക്കണ്ട. അതിനാണോ ആ ഉള്ളി ആന്നേൽ ഇച്ചിരി വെള്ളമുള്ള കൂട്ടത്തിൽ നമ്മൾ അരച്ച് കഴിയുമ്പോഴത്തേനും അത് ഇച്ചിരി നല്ല പേസ്റ്റായി വരും. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കണ്ട. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്തില്ലേ, ആ എണ്ണയെ തന്നെ ഇതങ്ങോട്ട് ഒഴിക്കുക. എന്നാൽ നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ അത് മുഴുവൻ അങ്ങോട്ട് കളയുകയും ചെയ്യരുത്. അതിനകത്തോട്ട് മിക്സിക്കകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ അതങ്ങ് വെച്ച് കറക്കി എടുത്തേച്ചാൽ അത്രയും വേസ്റ്റ് ആകുമല്ലോ. അതിന് വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി, അല്ലാതെ അരയ്ക്കാൻ വേണ്ടി ഒഴിക്കണ്ട. എന്നാൽ ഒത്തിരി അല്ല ഒഴിക്കണ്ടേ. ആ മിക്സിക്കകത്തുള്ള നമ്മൾ ആ പേസ്റ്റ് ഉണ്ടല്ലോ മുഴുവൻ, അത് ബദാമല്ലേ, എന്നിട്ട് എന്തിനാ വെറുതെ കളയുന്നേ. ഇനിയാണോ ഒരു ഇച്ചിരി പണി വരുന്നത്. എന്നാന്നോ, പണിയായിട്ടല്ല, ഇച്ചിരി അടുപ്പിൻ്റെ മൂട്ടിൽ തന്നെ നിൽക്കണം. എന്നാന്ന് വെച്ചാൽ ഉള്ളി ഒന്ന് വെള്ളമെല്ലാം പോയി അതിൻ്റെ നമ്മൾ ചേർത്തേക്കുന്ന എണ്ണ, അതായത് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാൻ നേരം ഇട്ട് കുറച്ച് എണ്ണ ബാക്കിയില്ലായിരുന്നോ, ഏതാ പനീർ വറുത്തേച്ച്, ആ പനീർ വറുത്തേച്ച് വന്ന ബാക്കി എണ്ണയിലോട്ട് ഈ അരപ്പും കൂടി അങ്ങോട്ട് ചേർത്തേച്ച് ഇനി വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഈ ഫുൾ വെള്ളമൊക്കെ അങ്ങ് പറ്റി എണ്ണ തെളിയണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇച്ചിരി ക്ഷമയോടുകൂടിയേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ക്ഷമയോടുകൂടി ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിയിച്ചോട്ടെ.
എണ്ണ തെളിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് നോക്കിയാൽ അറിയാം നമ്മുടെ സൈഡിലെല്ലാം എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരിക. അതേപോലെ നമുക്കിപ്പോൾ എണ്ണ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ആ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് അതിനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നേച്ചാൽ മതി. അന്നേരം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും നേരത്തെ നമുക്ക് എണ്ണ ഇച്ചിരി തെളിഞ്ഞ് കിട്ടുവേ. ഇങ്ങനെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചേർക്കേണ്ടതെന്ന് അറിയാവോ? നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ. ടൊമാറ്റോ ചേർത്തേച്ചേ കുറച്ച് തീ അങ്ങോട്ട് കൂട്ടി വെച്ചു. ഇച്ചിരി പൊടിയെല്ലാം ഇടണം. പൊടി ഏതാന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു ലേശം ജീരകപ്പൊടിയേ. ലേശം തന്നെ പിഞ്ചല്ല, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇടാം. അന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഗരം മസാല. അന്നേച്ച് ഇതേപോലെ നമ്മുടെ ആ ഉള്ളി വഴറ്റിയില്ലായിരുന്നു, അന്നേരം ആ കൂട്ട് തന്നെ ആ പൊടിയും വേവണം. മാത്രമല്ല നമ്മുടെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞു കിട്ടണം. അതേപോലെ ഇതും ഈ സമയം കൂടെ ഒരു ഇച്ചിരി നേരം ഒന്ന് ക്ഷമയോടുകൂടി നമുക്ക് അതുകൂടി ഒന്ന് എണ്ണ തെളിയിച്ചെടുക്കാവേ. ശരിക്കും പറഞ്ഞാൽ ഈ പനീറൊക്കെ സ്പീഡിൽ ഉണ്ടാക്കുന്ന കറി ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഏതൊരു കറിയും നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷമയോടുകൂടിയും ഒക്കെ വെക്കുവാന്നേലേ അതിന് രുചി ഉണ്ടാവുള്ളൂ. ബാക്കി രുചിയായിട്ട് നല്ലതായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ക്ഷമയോടുകൂടി നമ്മൾ ഒരു കറി ഉണ്ടാക്കിയാലേ ഒക്കത്തുള്ളൂ. എന്നും പറഞ്ഞ് സ്പീഡിലുണ്ടാക്കുന്ന കറിക്ക് വായിക്ക് രുചിയില്ലെന്നല്ല കേട്ടോ, അതിന് ടേസ്റ്റ് ഉണ്ട്. എല്ലാ വർഷവും നമ്മൾ പഠിച്ചിരിക്കണ്ടേ, അതുകൊണ്ടാണ്. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ നമ്മളെ ആ എന്നാ പറയുന്നത് ആ പൊടി ഒന്ന് വേവും. മാത്രമല്ല നമ്മുടെ ആ റോ ടേസ്റ്റ് അങ്ങ് മാറും. പിന്നെ അന്നേരം കുറേശ്ശെ എണ്ണയും തെളിഞ്ഞു വന്നോളും. നമ്മൾ ഒഴിക്കുന്ന വെള്ളം പറ്റും തോറും എണ്ണ തെളിഞ്ഞോളും. ഇപ്പം നമ്മൾ ടൊമാറ്റോ ചേർത്തേക്കുന്ന ടൊമാറ്റോയുടെയും രണ്ട് സൈഡിൽ കൂടെ എല്ലാം നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ടേ. ഇനി കാര്യം എളുപ്പമാണ്, ഒന്നുമില്ല. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പനീർ ചേർക്കണം, ബദാം ചേർക്കണം. ബദാം ബാക്കി നമ്മൾ കുറച്ച് അരച്ച് വെച്ചേക്കുമല്ലേ, അത് ഫുൾ ചേർത്തില്ലല്ലോ, അന്നേരം അതും ഒരു ഇച്ചിരി ചേർക്കണം. എന്നുവെച്ച് മല്ലിയിലയും ഇതെല്ലാം ചേർത്തേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ആ നെക്സ്റ്റ് ആ എണ്ണ തെളിയണം എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം പനീറിൽ പിടിച്ച് ഗ്രേവി പിടിച്ച് പനീറിലുള്ള കസൂരി മേത്തിയും എല്ലാം നമ്മുടെ ആ ഗ്രേവിയിലും വരണം ആ ഫ്ലേവർ. ഇനി ആ പ്രൊസീജിയറാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ച് വെച്ചു. ഫസ്റ്റ് ഞാൻ പനീർ ചേർക്കാം. പിന്നെ കുറച്ച് ബദാം ആ പേസ്റ്റ് അങ്ങ് ചേർക്കുവാന്നു. പിന്നെ ഒരു ഇച്ചിരി മല്ലിയില ചേർക്കണം. പിന്നെ ഒരു പിഞ്ച് കസൂരി മേത്തി ഇതിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക. അതായത് ആ ഗ്രേവി എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം അങ്ങ് ചേർക്കുക. ഇത്രയും നേരം നമ്മളൊരു കാര്യം ചേർത്തില്ലായിരുന്നേ, എന്നാണെന്നറിയാവോ? പനീറിൽ മാത്രമേ നമ്മൾ ഉപ്പിട്ടുള്ളായിരുന്നു, പക്ഷെ ഗ്രേവിയിൽ ഉപ്പിട്ടിട്ടില്ല. അന്നേരം ഒരു ഇച്ചിരി ഉപ്പ്, പക്ഷെ ഒത്തിരി ഇടരുത്, പനീറിനകത്ത് ചേർത്തേക്കുന്നതുകൊണ്ടില്ലേ. ഇനിയിപ്പോൾ അത് രണ്ടും കൂടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേനും ഒരു ഇച്ചിരി ആ പനീരേന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കി വെച്ച് ചേർത്തേച്ചാൽ മതി. ഞാനൊരു ഇച്ചിരി ചേർത്തിട്ടുള്ളൂ, പിന്നെ വേണമെന്നുണ്ടെങ്കിലും ഞാൻ ചേർത്തോളാം. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യണമെന്നറിയാവോ?
ഒരു ഇച്ചിരി ക്രീമും കൂടെ ചേർത്തേക്കുക. പകുതി വെച്ചേക്കുക ഫോർ ദ ഗാർണിഷിങ്. പകുതി ചേർത്തതിന് ശേഷം അതൊന്ന് തിളച്ചിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ എണ്ണ വരുവല്ലേ, ആ പരുവത്തിന് ചെറിയ സിമ്മയിൽ ഇട്ടേച്ചാൽ മതി. എത്രയാ ഗ്രേവി വേണ്ടേ ആ ഒരു ഗ്രേവിയുടെ കണക്കനുസരിച്ച് വെള്ളം ചേർത്തോണം. വെള്ളം ഒരു ഇച്ചിരി മുന്നോട്ട് നിന്നോട്ടെ. നമുക്ക് വേണ്ടിയ ഗ്രേവിനെക്കാട്ടിലും ഒരു ഇച്ചിരി മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ അത് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രേവി ആയി കിട്ടും. ഇപ്പം ഞാനൊരു ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും ആ മണം വരുമ്പോഴേ എനിക്ക് ആ കസൂരി മേത്തിയുടെ മണം ഒരു ഇച്ചിരി കുറവായിട്ടാണ് തോന്നുന്നത്. വേറെ ഞാൻ ഒരു ഇച്ചിരി കൂടി ഇടാം. അതൊക്കെ നമ്മൾ ചേർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, അതൊക്കെ നോക്കിക്കോണേ, നോക്കിയേച്ച് ഒന്ന് ബാലൻസ് ചെയ്തേക്കണം. അല്ലെ പിന്നെ ഞാനിപ്പോൾ ഒരു പിഞ്ചെന്ന് പറയുമ്പം നമ്മൾ ശരിക്കും വിചാരിക്കും ഒരു പിഞ്ചല്ലേ പറഞ്ഞോളൂ, അന്നേരം പിന്നെ അത്രയും മതിയായിരിക്കും. പക്ഷെ ആ ടേസ്റ്റ് വരുവല്ല. ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇല്ലേ ആ നമ്മുടെ കറിയിൽ വരണം. മല്ലിയിലേക്ക് പിന്നെ അളവുണ്ടോ എന്ന് ചോദിച്ചാൽ അളവ് എനിക്കില്ല. പക്ഷെ എന്താ അറിയോ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കിടക്കുന്നത് നല്ലയാ. പിന്നെ ഒരു ഇച്ചിരി വെച്ചേക്കെ എന്നാന്നോ, ഗാർണിഷിങ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇച്ചിരിയൊക്കെ വേണ്ടേ. പിന്നെ ഈ സമയത്ത് നമ്മൾ ഒരിച്ചിരി നേരം അടച്ചിടുന്ന നേരത്തേക്ക് നമുക്ക് നോക്കണം ഗരം മസാലയൊക്കെ മതിയോന്ന്. പിന്നെ ഇതിനകത്ത് വേറെ പൊടിയൊന്നും ചേർക്കാൻ ഒക്കിയല്ല, ഗരം മസാല മാത്രമേ എക്സ്ട്രാ ചേർക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഇച്ചിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോ. എനിക്കൊരു കസൂരി മേത്തി ഇപ്പം ഇച്ചിരി കൂടി ചേർത്തപ്പോൾ ഇച്ചിരി കൂടി ഒരു മണം വരുന്നുണ്ട്. അന്നേരം ഇച്ചിരി ഒരു ഗരം മസാലയും കൂടി ഇട്ടാൽ നല്ലതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ ഇച്ചിരി ചേർക്കുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ബാലൻസിങ് എങ്ങനെയാണ് പോകുന്നതെന്ന്. ഒത്തിരി ഒന്നും ചേർക്കല്ലേ, എന്നാൽ നമ്മളൊന്ന് കറി ഒന്ന് തുറക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല മണം വരും. ഇനി ഒരു ഇച്ചിരി നേരെ ഇതൊന്ന് അടച്ചിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇത് അടച്ചിട്ട് എണ്ണ തെളിഞ്ഞേച്ചാൽ മതി. അത് പക്ഷേ വലിയ തീയലൊന്നും ഇട്ട് എണ്ണ തെളിയിപ്പിക്കല്ല, ഒരു ഇച്ചിരി ചെറിയ തീയലിൽ ഇട്ടേച്ചാൽ മതി. എന്നാലല്ലേ അതിന് രുചി വരുവുള്ളൂ, ആ ഗരം മസാലയും കസൂരി മേത്തിയൊക്കെ പിടിച്ചേച്ച് വരത്തുള്ളൂ. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഈ വെജിറ്റേറിയൻ ചെയ്യാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത് വിനോദ് കോവൂറാണ് വരുന്നത്. എല്ലാവർക്കും അറിയാം, ഞാൻ പറയുമ്പോൾ തന്നെ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷോസൊക്കെ ടി വിയിൽ വരുമ്പോഴും അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ ശരിക്കും അത് വാച്ച് ചെയ്യാറുണ്ട്. ഇത് ഞാൻ ചുമ്മാ പറയുകയല്ല, കാര്യം എന്നാണെന്നറിയാമോ, ഞാൻ ഇപ്പം എനിക്കൊരു കോട്ടയം ഭാഷയില്ലയോ, അന്നേരം അതേ കൂട്ട് തന്നെ പുള്ളിക്കുണ്ട് ഒരു കോഴിക്കോട് ഭാഷയല്ലേ, അതൊക്കെ കേൾക്കാൻ എന്നാ നല്ലയാ. നമ്മുടെ ഡിഷ് ഇവിടെ നല്ല തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിനകത്തോട് ഞാൻ ബാക്കി വന്ന് ബദാം എന്നാ ചെയ്തെന്നറിയാം, അരിഞ്ഞിട്ടേച്ചോ ഒന്ന് റോസ്റ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ ചുമ്മാ ഇട്ടേച്ചാലും മതി. ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണ്ടേ, അത്രേ ഉള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പോകുന്ന ബട്ടൂരയാന്നു. ബട്ടൂരയോ ബറോട്ടയോ അല്ല പൂരിയോ എന്നതേലും കൊടുക്കാം. പൂരി ആണെങ്കിൽ ഗോതമ്പല്ല, അന്നേരം മേടിക്കുകയും വേണ്ട. പക്ഷെ ഇതൊക്കെ ഒരു ടേസ്റ്റ് നല്ലതാട്ടോ. നമസ്തേ ചേട്ടാ, വരണം. ഞാൻ ഇത്ര ഫോർമൽ ആവേണ്ട കാര്യമൊന്നും ഇല്ല ഇവിടെ. കാര്യം എന്താന്ന് വെച്ചാൽ ഞാനൊക്കെ വന്നു കയറി കൂട്ടിയാ. പക്ഷെ ഈ തറവാട്ടിലെ അമൃത തറവാട്ടിലെ ഒരംഗത്തെ ഞാൻ പരിചയപ്പെടുത്തണോ? ശരിക്കും ഇത് എനിക്ക് തോന്നാനറിയോ, വിനോദ് ചേട്ടൻ എന്നെ പരിചയപ്പെടുത്തു, അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡയസ് ഇവിടം വെച്ചല്ലേ ചേട്ടൻ്റെ തുടക്കം. അതെ, ഞാനിപ്പം ഇവിടെ അമൃതയിൽ വന്ന് കയറിയപ്പം എൻ്റെ പഴയ ഓർമ്മകൾ മുഴുവൻ ഉള്ളിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു. എന്നെ ഞാനാക്കിയത്, എന്നെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത്, എന്നെ മറ്റുള്ള ചാനലുകൾക്ക് പരിചയപ്പെടുത്തിയത് അമൃതയാണ്. അമൃതയുടെ സൂപ്പർ ടാലന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ. അതിൽ എനിക്ക് ഓർമ്മയുണ്ട് മുകേഷ് ഏട്ടൻ, സിദ്ദിഖ, മോഹിനി, വിനീത്, മണിയമ്പിള രാജു അവരൊക്കെയായിരുന്നു എന്നെ ജഡ്ജ് ചെയ്ത ആളുകൾ. അവരുടെ മുന്നിൽ ഒരുപാട് എൻ്റെ ഐറ്റംസ് ഞാനതിൽ ഒരൊറ്റയാൾ പട്ടാളായിട്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ അതിലൂടെ ശരിക്കും എന്നെ കേരളത്തിലെ പ്രേക്ഷകർ മുഴുവൻ അറിയപ്പെട്ട ഒരു മത്സരമായിരുന്നു അത്. അതിനുശേഷം സൂപ്പർ ഡ്യൂപ്പ് 2 എന്നൊരു പ്രോഗ്രാം, അത് എൻ്റെ പിന്നെ ടോം ആൻഡ് ജെറി എന്ന് എനിക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പാണ്. അതിൽ വന്നിട്ട് ഒരുപാട് കോഴിക്കോടൻ തമാശകൾ ചെയ്തിട്ട് അതിലും ഒരുപാട് പേരെടുക്കാൻ സാധിച്ചു. അന്ന് സെക്കൻഡ് പ്രൈസ് വിന്നറായിരുന്നു. 2 ലക്ഷം രൂപയൊക്കെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോയതാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ കേട്ടോ ചേട്ടൻ, ആ ഓരോ ഷോസ് കാണുമ്പോണ്ടല്ലോ എനിക്ക് ഈ കോഴിക്കോടൻ ഭാഷ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നമ്മൾക്കൊക്കെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എപ്പോഴും പറയുന്ന ഒരു കോഴിക്കോടൻ അലുവ എന്നൊക്കെയാ പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് ഈ ഭാഷയും കോഴിക്കോടൻ ഭാഷയ്ക്ക് ഒരു നിഷ്കളങ്കതയുണ്ട്, ഒരു ഓമനത്വം ഉണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പം എനിക്ക് സത്യത്തിൽ ഭാഗ്യമായത് ഈ ഭാഷയാണ്. അപ്പം ഞാനിപ്പോൾ വരുമ്പോൾ ഞാൻ എൻ്റെ 2-3 സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആനീസ് കിച്ചണിലേക്കാണ് പോകണമെന്ന്. അപ്പോൾ ആനിയുടെ സ്ലാങ് നിന്റെ സ്ലാങ് കൂടെ നന്നായിട്ട് ഏറ്റുമുട്ടും എന്നോട് പറഞ്ഞിരുന്നാണ്. സത്യമാട്ടോ. അതായത് ചേട്ടാ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇപ്പൊ ചേട്ടൻ അറിയാമല്ലോ, അവിടെ നമുക്കിരുന്ന് കാര്യമായിട്ട് വർത്താനം പറഞ്ഞ് വിശേഷങ്ങൾ, അതായത് കോഴിക്കോട് വിശേഷം എനിക്ക് ഒത്തിരി അതിന്റെ ഇടയിൽ ഞാൻ തരാം, ആ വിശേഷത്തിന്റെ ഇടയിൽ തരാം. വേണ്ട ചേട്ടാ.
അമൃത കുടുംബത്തിലെ അംഗത്തിന് ഞാൻ ഹോസ്റ്റായിട്ട് വിളമ്പുക. സന്തോഷം. ഇതിനകത്തെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇതിനകത്ത് വിളമ്പി തരികയല്ല, ചേട്ടന്റെ വീടല്ലേ, അന്നേരം പിന്നെ പിന്നെ എപ്പോ കഴിക്കണമെന്ന് തോന്നിയാലും ചേട്ടന് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാം. അതിനകത്ത് എനിക്ക് ഒരു എനിക്കിപ്പോ കഴിക്കാനല്ല തോന്നുന്നത്, എനിക്ക് എൻ്റെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനാണ് തോന്നുന്നത്. ചേട്ടാ, ഈ ജാലിയൻ കനാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചേട്ടൻ ചെയ്തില്ലായിരുന്നു, അതൊന്ന് പറഞ്ഞു. അതിന്റെ ഈ ജാലിയൻ കനാരൻ പിറവിയെടുക്കുന്നത് അമൃത ടി വിയിലാണ്. അമൃത ടി വിയിലെ സൂപ്പർ ഡ്യൂപ്പ് 2 എന്ന് പറഞ്ഞ ഷോയിൽ ഞാനിങ്ങനെ കോഴിക്കോടൻ തമാശകൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു തീം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ ആ കഥയെ എങ്ങനെ അത് ഒരു സ്ക്രിപ്റ്റാക്കാം, ഒരു തമാശയാക്കാം എന്നുള്ളത് ഞാൻ കുറേ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളുണ്ട് കലയിൽ. എനിക്ക് ഒരു നിർമ്മൽ പാലാഴി, ദേവരാജ്, ഞങ്ങൾ 3 പേര് കൂടി ഇരുന്നിട്ട് ഇതിന് നല്ല ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അതിലെ കണാറെന്നുള്ള ക്യാരക്ടർ ഞാനും ഇവർ 2 പേരും അതിനകത്ത് വന്നു പോകുന്ന സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സുമായി. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തു, ഭയങ്കര വീരവാദം മുഴക്കുന്ന ഒരു വിടുന്ന കള്ളം പറയുന്ന ഒരു ക്യാരക്ടറാണ്, പൊങ്ങച്ചം പറയുന്ന ഒരാൾ. അപ്പോൾ ഇയാൾ ഈ ജാലിയൻ കണാർ തന്നെ ഇയാൾക്ക് പേര് വന്നത് ജാലിയൻ വാലാബാഗ് എന്ന സംഭവത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഇയാളിങ്ങനെ ഈ വൈകുന്നേരങ്ങളിൽ ഈ നാട്ടിൻപുറത്തൊക്കെ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുമല്ലോ ചായക്കടയുടെ മുന്നിലൊക്കെ, അപ്പോഴാണ് ഇയാൾ ഈ പൊങ്ങച്ചടിക്കുക. അങ്ങനെ 47 നമുക്കിത് കിട്ടണേ, ഇത് സ്വാതന്ത്ര്യമോ. അപ്പോൾ 47 ആഗസ്റ്റ് 14 വൈകുന്നേരം ഞങ്ങളിങ്ങനെ ഇരുന്നിട്ടിങ്ങനെ പാമ്പും കോണിയും ലുഡാബോർഡൊക്കെ കളിക്കുക ഈ ക്ലബിലിരുന്നിട്ട്. അപ്പം പെട്ടെന്ന് നമ്മളെ താന്ത്യാത്തോപ്പി ഓടി വരുന്നു. താന്ത്യാത്തോപ്പി ഉണ്ട്, പുറകിൽ വല്ലഭായും ഉണ്ട്, ഇവരൊക്കെ കൂടെ ഉണ്ട് ഓടി വരുന്നത്. വന്നിട്ട് കണാരട്ടാ നിർത്തിക്കോളി, കളിയൊക്കെ നിർത്തിക്കോളി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തേടോ കിട്ടാൻ പോവുകയാണെന്ന്. എന്ത് സ്വാതന്ത്ര്യവും? ആ സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണെന്ന്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, കളിയൊക്കെ നിർത്തിവെച്ച്. പിന്നെ ഇവർ എന്നോട് പറഞ്ഞെന്താ അറിയാം, അപ്പോൾ കണാരട്ടാ, അപ്പോൾ നമ്മൾ ഇത്രയും കാലം പ്രയത്നിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യം ഇപ്പോൾ നാളെ കിട്ടിയാൽ നമുക്കൊരു പ്രധാനമന്ത്രി വേണമല്ലോ. ഞങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ കണാരേട്ടനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു എന്നോട് പറയുക. അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരുണ്ട് വെറുതെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഇല്ല, സത്യമായിട്ട് എന്താണെന്നറിയോ, അന്ന് ഇവരെ കൂട്ടത്തിൽ ഒരു 8ാം ക്ലാസ് പാസ്സായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഈ വല്ലഭായിക്കും താന്ത്യാത്തോപ്പിക്കൊന്നും തീരെ വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ആയിക്കോട്ടെ തന്നെയോ. ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥാനമോഹമില്ല, ഞാൻ പണ്ടേ അങ്ങനെയാണ്, എനിക്കിതിങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരാച്ചായിക്കോളൂ, വല്ലഭായി ആയിക്കോ, അല്ലെങ്കിൽ താന്ത്യാത്തോപ്പി, അല്ലെങ്കിൽ നെഹ്റുവിന് എടുത്താലും നെഹ്റു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് നെഹ്റു ആയത്, അല്ലാണ്ട് എൻ്റെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് നെഹ്റു ആയത്. ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ഹിറ്റാവുന്ന ഇയാളങ്ങനെ വെറുത്തു പോകും ആളുകൾ. ഞാൻ കാര്യം പറ്റേ, ഈ ചിരി മാത്രമല്ല ചേട്ടാ, ശരിക്കും ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് അല്ല അങ്ങനത്തെ എന്തെങ്കിലും സ്കിറ്റ് ഉണ്ട്. അത് ഞാൻ സൂപ്പർ ടാലൻ്റ് എന്ന് പറഞ്ഞ അമൃത ടി വിയിലെ പ്രോഗ്രാമിൽ ഞാൻ ചെയ്തൊരു 1 man ഷോ ഉണ്ടായിരുന്നു. ആ 1 man ഷോ കണ്ടിട്ട് ഇന്നും എന്നോട് അതിനെപ്പറ്റി ചില ആളുകൾ കാണുമ്പോൾ പറയാറുണ്ട്, ഭയങ്കര ടച്ചിങ് ആയിരുന്നു വിനോദ. അത് ഒരു കല്യാണ വീട്, ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തൊക്കെയുള്ള ഒരു കല്യാണ വീട്. ഈ കല്യാണ വീട്ടിലെ രാവിലത്തെ ഒരുക്കങ്ങളാണ്. ഈ ഒരുക്കങ്ങളിൽ ആ ഗ്രഹനാഥൻ ഉണ്ടാകുന്ന ടെൻഷനാണ് ഞാൻ കാണിച്ചത്. ഗ്രഹനാഥനെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ആ വീട്ടിലെ അച്ഛൻ വരുന്ന ആളുകളെ മുഴുവൻ സൽക്കരിച്ചിരുത്തുന്നുണ്ട്. അതിലും ഒരു കാറ്റഗറൈസേഷനൊക്കെ ഉണ്ടല്ലോ. മലയാളിമാർ വരുമ്പോൾ അവരുടെ ഒരു പ്രത്യേക ഇഷ്ടക്കാർ വരുമ്പോൾ തീരെ ഇഷ്ടമില്ലാത്ത ആൾ വരുമ്പോൾ അയാളോടുള്ള ഒരു ഇഷ്ടക്കേട്, ഇതൊക്കെ കാണിച്ചുകൊണ്ട് പലരെയും സ്വീകരിച്ചിരുന്നു. അതിനിടയ്ക്ക് ഇയാൾ സിഗരറ്റ് വലിക്കുന്ന ആളാണ്, പക്ഷേ ഇയാൾക്ക് ഇടയ്ക്ക് വലിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ടെൻഷൻ കാരണം വലിക്കേണ്ടി വരുന്നുണ്ട്. മകളുടെ സ്ത്രീധനത്തിൻ്റെ തുക മുഴുവൻ കിട്ടിയിട്ടില്ല, കല്യാണം കഴിഞ്ഞ ഉടനെ തുക കൊടുക്കണം. ഒരാൾ അതും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അയാളെ ഫോൺ ചെയ്യുന്നുണ്ട്, എത്തൂലേ, മുഹൂർത്തം കഴിയുമ്പോഴേക്ക് എത്തണമില്ലേ, നാണക്കേടാണെന്ന് അയാളോട് പറയുന്നു. ഇങ്ങനെ എല്ലാവരെയും സൽക്കരിച്ച് അതിനിടയ്ക്ക് നാടസ്വരം നടക്കട്ടെ, ചെക്കൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഓരെ വിളിക്കാൻ ആൾ പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മോളെ കാണുന്നില്ല വീട്ടിൽ. കല്യാണ പെണ്ണിന് കാണുന്നില്ല. മോളെ ഇറക്കുമെന്ന് പറയുമ്പോൾ ഓളെ കാണുന്നില്ല. ഓളെ എവിടെ പോയി? ഓള് അമ്പലത്തിൽ പോയത്. ഇനി വീട്ടിനടുത്തൊരു അമ്പലത്തിൽ ആരൊക്കെ കൂടെ പോയത്? അമ്പലത്തിൽ പോയവൾക്ക് അറിയില്ല മുഹൂർത്തത്തിൻ്റെ സമയത്ത് ഇവിടെ എത്തണം എന്നുള്ളത്. കല്യാണം നടക്കാൻ അവൾ ഇങ്ങനെ പറയുന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുട്ടി ഓടി വരുന്നത് അവളുടെ കൂടെ. ആദ്യമല്ല വരുന്നത്, ഏടെ മോളെ ചേച്ചി എവിടെ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി ഒരു കത്ത് കൊടുക്കുകയാണ്. ഈ കത്ത് വായിക്കുകയാണ് അച്ഛൻ.
ഇതാണ്ട് ചെയ്തു കഴിഞ്ഞപ്പം മുകേഷ് ഏട്ടനും രാജുവേട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ഗൈഡ്, എനിക്കും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് മുകേഷ് ഏട്ടൻ സ്ക്രീനിൽ നോക്കിയിട്ട് പറഞ്ഞു, കണ്ട് പഠിക്കണം പെൺകുട്ടികൾ, ഇങ്ങനെ മനസ്സിൻ്റെ സമനില തെറ്റുന്ന അച്ഛന്മാർ ഭൂമിയിൽ ഉണ്ടാവാതിരിക്കാൻ ഒരു മാസം മുമ്പേ നാട് വിട്ടേക്കണം. ചേട്ടാ ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ, ചേട്ടൻ ഇപ്പൊ ഈ ഓരോ എക്സ്പ്രഷൻസ് ഇടുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചേട്ടൻ ഭയങ്കര ഡെപ്ത് ആയിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അഭിനയത്തെ പറ്റി അല്ലെങ്കിൽ ചേട്ടൻ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ വലിയ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പാട്ടബാക്കി എന്നൊരു നാടകമുണ്ട്, വളരെ പുരാണമായൊരു നാടകമാണ്. ഈ പാട്ടബാക്കി എന്ന നാടകം അന്ന് അത് കോഴിക്കോട് സംവിധാനം സലാം പള്ളിത്തോട്ടം എന്ന് പറഞ്ഞൊരു ഡയറക്ടർ. ആ നാടകത്തിൽ ബാലനടനായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഈ നാടകമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള, അച്ഛൻ ഒരുപാട് നാടക പ്രവർത്തകരായിട്ട് ബന്ധമായിരുന്നു. അങ്ങനെ അച്ഛൻ കാരണമാണ് ഞാൻ ഈ നാടകത്തിൽ എത്തുന്നത്. അമ്മയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അമ്മയും ഞാനും എൻ്റെ ചേട്ടനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ. കലാകുടുംബമാണ്. അച്ഛൻ നല്ല പിന്നെ അച്ഛന് കലാപരമായിട്ട് കഴിവില്ലെങ്കിലും അച്ഛൻ ഇതിനെ കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു, എൻകറേജ് ചെയ്യും. അങ്ങനെ ഈ പാട്ടബാക്കി, പാടൻ 2 ഭാരതം, ചന്ദ്രോത്സവം, ശകുനി, കരിനിഴൽ, ഇങ്ങനെ ഒരു 5-6 നാടകങ്ങൾ ഞാൻ എൻ്റെ 4ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാട് വലിയ നടന്മാരുടെ കൂടെ ചെയ്യണം. അപ്പം ഇവരുടെ അഭിനയമൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കും. അടുത്തൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. തമാശ ചെയ്യുന്നതും സീരിയസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ കാലത്ത് എനിക്ക് ഏറ്റവും നല്ല ബാലനടനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്. കാമ്പശ്ശേരി നാടക മത്സരത്തിൽ ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. പിന്നീട് അത് സ്കൂളിലൊക്കെ നാടകങ്ങൾ കുട്ടികളെ തിരഞ്ഞെടുത്ത് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ കുട്ടികളെ ഡയറക്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. സ്ക്രിപ്റ്റ് എഴുതും. ഒരുപാട് സ്ക്രിപ്റ്റ് ഞാൻ 2 പുസ്തകങ്ങൾ എഴുതി എൻ്റെ കുട്ടികൾക്കായിട്ട്. ഞാൻ ഈ മോണാക്റ്റിലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം, ഏകാഭിനയം. അതിലാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയത്. അതിലൊരുപാട് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു ഞാൻ. പിന്നീട് ഞാൻ ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി, മോണോആക്റ്റിൽ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കുട്ടികളെ ഞാൻ ഈ വലിയ വലിയ കലോത്സവങ്ങളിലൊക്കെ പഠിപ്പിച്ച് കൊണ്ടുപോയി. പിന്നെ ഞാൻ കലയിൽ തിരക്കായപ്പം എനിക്ക് തോന്നി ഈ ഏകാഭിനയത്തിന് ഇതുവരെ ആധികാരികമായിട്ടൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ല, അപ്പോൾ ഒരു പുസ്തകം ഇറക്കിയാലെന്ന് തോന്നി. അങ്ങനെ ഞാൻ 25 സ്ക്രിപ്റ്റുകൾ സമാഹരിച്ചിട്ട് കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷനെ പോയിട്ട് അറിയിച്ചപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം അത് പുസ്തകമാക്കി. ആ പുസ്തകം ഒരുപാട് വിറ്റഴിഞ്ഞു പോയി. അപ്പോൾ അവർ വീണ്ടും എഴുതാൻ പറഞ്ഞു. രണ്ടാമതൊരു പുസ്തകം കൂടി എഴുതി. അത് ഏകാഭിനയ ആദ്യത്തെ കലോത്സവം മോണോആക്റ്റുകൾ. അങ്ങനെ 2 പുസ്തകം ഇപ്പോൾ വിപണിയിലുണ്ട്. ഇപ്പോഴും കുട്ടികൾ അത് നോക്കിയിട്ട് ഒരുപാട് കുട്ടികൾ അതിലെ ഐറ്റംസ് കണ്ട് പഠിച്ച് മത്സരിക്കുന്നു. ചേട്ടാ ശരിക്കും കുഞ്ഞിനി മാഷും ഞാനും തമ്മിൽ വല്ലാത്തൊരു, എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ബന്ധമാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്തെ വലിയൊരു ആരാധന പുരുഷനായിരുന്നു കുഞ്ഞിനി മാഷ്. കുഞ്ഞിനി മാഷിൻ്റെ കുട്ടിക്കവിതകളും കടങ്കഥകളൊക്കെ വായിച്ച് അത് പറയുക. കുഞ്ഞിനി മാഷ് ഒരിക്കലും നേരിട്ട് കാണുന്ന പ്രതീക്ഷിച്ച ഒരാളല്ല ഞാൻ. അപ്പം ഞാൻ കലാകാരനായി പ്രൊഫഷണലായിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ നടക്കുന്ന കാലത്ത് കുഞ്ഞിനി മാഷിൻ്റെ നാട്ടിലെ ഒരു സ്കൂളിലേക്ക് എന്നെ വിളിക്കുന്നു അതിഥിയായിട്ട്. അപ്പം ഞാൻ അവിടെ എത്തുമ്പോഴാണ് അറിയണത് കുഞ്ഞിനി മാഷാണ് ഉദ്ഘാടകൻ, ഞാൻ മുഖ്യാതിഥിയാണ്. അപ്പം കുഞ്ഞിനി മാഷെ കണ്ടോടെ എനിക്ക് ഭയങ്കര, ഞാൻ പോയി കാലൊക്കെ തൊട്ട് വന്നിച്ചു മാഷെ ഞാൻ. അപ്പോൾ ഞാൻ നോട്ടീസിൽ വായിച്ചു കോഴിക്കോട് നിന്ന് ഒരു വിനോദൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുഞ്ഞിനി മാഷിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ മാഷ് ഇനി നിങ്ങളെ ചിരിപ്പിക്കാനും നിങ്ങളെ ചിന്തിപ്പിക്കാനും നിങ്ങൾക്ക് പാട്ട് പാടി തരാനൊക്കെ ഒരു വിനോദേട്ടൻ വന്നിട്ടുണ്ട് ഇവിടെ. ഈ വിനോദേട്ടൻ്റെ പ്രകടനം എനിക്കൊന്ന് കാണണം, ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് മാഷ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടികളുടെ കൂടെ ബെഞ്ചിൽ പോയിരുന്നു, അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് ആ കൂടെ മുട്ടുകാല് വരയ്ക്കാൻ തുടങ്ങി. കാരണം ഈ മാഷിൻ്റെ മുന്നിലൊക്കെ ഞാൻ എന്താ ചെയ്യുക ഈശ്വര എന്നൊക്കെ. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ സ്ഥിരമായ രീതിയിൽ ഞാൻ അങ്ങോട്ട് കുട്ടികളെ കയ്യിലെടുത്തു. ഇത് മാഷിക്ക് ഭയങ്കര ഇഷ്ടമായി. പരിപാടി കഴിഞ്ഞ ഉടനെ മാഷ് കൈ പിടിച്ച് എന്നെ വലിച്ചുകൊണ്ട് പോവുക മൂപ്പരെ വീട്ടിലേക്ക്, നടന്നു പോവുക. വീട്ടിൽ പോയിട്ട് മാഷിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാം, കുട്ടികളെ എങ്ങനെ രസിപ്പിക്കണമെന്ന് നിനക്കറിയാം, ഇതൊക്കെ നിനക്ക് ഉപകരിക്കും കേട്ടോ. ഇതുപോലെ എല്ലാ സ്കൂളിലും പോയിട്ട് കുട്ടികൾക്ക് മലയാളത്തോടുള്ള ഇഷ്ടം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്താണ് മലയാള ഭാഷയുടെ പവിത്രത എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അത് നിനക്ക് പറ്റും. ഞാൻ ഡിഗ്രിക്ക് മലയാളമായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് അതിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, നാടൻ പാട്ടും എല്ലാം കൂടിയായിട്ട്. അങ്ങനെ അന്ന് തുടങ്ങിയാണ് മാഷായിട്ടുള്ള ബന്ധം. പിന്നെ ഞങ്ങൾ കത്തിടപാടുകളാണ്. അന്ന് ഈ പോസ്റ്റ് കാർഡാണ്, 15 പൈസയുടെ പോസ്റ്റ് കാർഡ്. അതിൽ മാഷ് വിനോദേ ഞാൻ നാളെ കോഴിക്കോട് വരുന്നുണ്ട്, നീ അവിടെ വരുമോ, എനിക്ക് നിന്നെ കാണണം. അപ്പം ഞാൻ സ്ഥലത്ത് ചെല്ലും. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞാൽ മാഷിനെ ഞാനാണ് ട്രെയിനിൽ തൃശ്ശൂർ കൊണ്ടുവിടുക. ഈ ട്രെയിൻ യാത്രയിൽ പലപ്പോഴും പല ആളുകളും വന്ന് മാഷെടുത്ത് അനുഗ്രഹമൊക്കെ മേടിക്കുമ്പം തൊട്ടടുത്തിരിക്കുന്ന എന്നെ കുറിച്ച് ഇതാരാ മാഷെന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയും എൻ്റെ മോനാന്ന് പറയും. ഇതിനിടയിൽ ഒരിക്കൽ മാഷ് പറഞ്ഞു, ഞാൻ മാഷെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് നീ പോകണ്ട, രാത്രി ഇത്രയായില്ലേ, ഇന്ന് ഇവിടെ നിന്നോ. അല്ല മാഷെ എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പോരും. അടുത്ത തവണയാട്ടെ ഞാൻ വിനോദിൻ്റെ വീട്ടിൽ താമസിക്കും. അപ്പം മാഷയ്ക്ക് വീട്ടിലൊരു പെങ്ങൾ മാത്രമേ ഉള്ളൂ, കല്യാണം കഴിച്ചില്ലല്ലോ മാഷ്. പെങ്ങൾ പറഞ്ഞു വിനോദ വെറുതെ കേട്ടോ, അതൊക്കെ മാഷ് വെറുതെ പറയാം, മാഷ് എവിടെയും നിൽക്കില്ല, വീട് വിട്ടാൽ ഈ വീട്ടിൽ തന്നെ മാഷ് വരുള്ളൂ.
അപ്പം മാഷ് നീ നോക്കിക്കോ, ഒരിക്കൽ ഞാൻ വിനോദിൻ്റെ വീട്ടിൽ പോകും. അന്നർത്ഥമാക്കി മാഷ് എൻ്റെ വീട്ടിൽ വന്നു, അപ്രതീക്ഷിതമായിട്ട് വന്നു. വീട്ടിൻ്റെ അടുത്ത്, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ദേവഗിരി കോളേജ്. ഈ കോളേജിൽ ഫൈൻ ആർട്സിലെ ഉദ്ഘാടനത്തിന് വന്നതാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുട്ടികൾ മാഷെ പോകുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ മാഷ എൻ്റെ അഡ്രസ്സും കൊടുത്തു. ഇവിടെ അടുത്ത് എൻ്റെ മോൻ്റെ വീടുണ്ട്, അവിടെ കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സ് വീട്ടിൽ കൊണ്ട് വിട്ടു. അച്ഛനും അമ്മയും ഞെട്ടി. കുഞ്ഞിന് മാഷ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മയ്ക്കൊക്കെ അതിശയായി. ഞാൻ സ്ഥലത്തില്ല, ഞാനന്ന് ദൂരെ എവിടെ പ്രോഗ്രാമിന് പോയതാണ്. രാത്രി ഞാൻ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച, വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് ദൂരെ നിന്നേ വീട് കാണാം, വീട്ടിൻ്റെ മുറ്റത്ത് ഒരാൾക്കൂട്ടം. അപ്പം എൻ്റെ ഉള്ളാകെ വീട്ടിലെന്തോ സംഭവിച്ചു, ആളുകളൊക്കെ ഓടിക്കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്താ ഇപ്പം അന്നൊന്നും ഫോണില്ല, വിളിച്ചു പറയാനൊന്നും ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്. പിന്നെ ഞാൻ സ്പീഡിൽ നടക്കുകയാണ്. അപ്പം ഉണ്ട് ജനങ്ങളൊക്കെ കൈയടിക്കണോ ചിരിക്കണോ. ഇതെന്താ ഇപ്പം വീട്ടിലിപ്പോൾ ഞാനില്ലാത്തപ്പോൾ പാട്ട് പാടാൻ രസിപ്പിക്കാനൊക്കെ ഒരാളാരാന്നൊക്കെ വിചാരിച്ച് കയറി വന്നപ്പോൾ കുഞ്ഞിനെ മാഷ് കോലായിൽ ഇരുന്നിട്ട് കടങ്കഥ പറയലും പാട്ട് പാടലൊക്കെയാണ്. വീട്ടിൻ്റെ അടുത്തുള്ള ആളുകളും കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. ഭയങ്കര സന്തോഷം. കയറി വന്നല്ലോ എൻ്റെ മോൻ എന്നാ പറഞ്ഞത്. വലിയൊരു അനുഭവം. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പിറ്റേന്ന് രാവിലെയാണ് കുഞ്ഞിന് മാഷ് യാത്രയാണ്. ആ മാഷ് അന്ന് ഇറങ്ങിപ്പോയ മാഷ് ഞാൻ അന്ന് വീട്ടിൽ കൊണ്ട് വിട്ടു. പിന്നീട് 2 മാസം കഴിഞ്ഞപ്പോൾ മാഷ് പെട്ടെന്ന് അസുഖമായിട്ട് കിടന്നു, മാഷ് മരിച്ചു എന്നുള്ള. പക്ഷേ ഇന്നും ഞാനൊരു സ്കൂളിലൊരു ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ കുട്ടികളോട് പറയുന്ന കഥകളിൽ, പാട്ടുകളിൽ എന്തെങ്കിലും ഒന്നിൽ കുഞ്ഞിന് മാഷിൻ്റെ ഒരു അംശം ഉണ്ടാവും. അത് സ്വർഗത്തിൽ നിന്ന് മാഷ് കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും. കുഞ്ഞിന് മാഷ് പറഞ്ഞ പാട്ട് പാടുമോ? ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചോട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി. ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചോട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി. കണ്ടാലും വേണ്ടില്ലോള്, കേട്ടാലും വേണ്ടില്ലോള്, ഓലക്കൊടി കൊത്തൊരു കൈമേയും. കണ്ടാലും വേണ്ടില്ലോള്, കേട്ടാലും വേണ്ടില്ലോള്, കണ്ടാലോ പിന്നയോള് കുളിക്കാറില്ല. കണ്ടാലും വേണ്ടില്ലോള്, കേട്ടാലും വേണ്ടില്ലോള്, കണ്ടാലോ പിന്നയോള് കുളിക്കാറില്ല. കുളിക്കാൻ കുളിച്ചോള് പണ്ടൊരു കാലത്ത് ചകിരി കുഴിയിൽ നിന്ന് കുളി കഴിച്ച്. ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചോട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി. ഈ അടുത്ത കാലത്ത് ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയിലേക്ക് എനിക്കൊരു റോളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഈ പാട്ട് കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാട്ട് ഏതാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പാടിയ പാട്ടാണ്. എന്നാൽ നമുക്ക് ഈ സിനിമയിൽ ഈ പാട്ടൊന്ന് കൊള്ളിക്കാമല്ലോ വിനോദേ, നമുക്കൊരു കള്ളു കുടിക്കുന്ന സീനുണ്ട്, ആ സീനിൽ വിനോദ് തന്നെ ഈ പാട്ട് പാടിയാലോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു ഭാഗ്യമാണ്. സംഗീതം ഈ അഭിനയത്തിന് നമുക്ക് ഒരുപാട് സഹായിക്കുന്നൊരു ഘടകമാണ്. നല്ല താളബോധം എന്നുള്ളത് അഭിനയത്തിൽ വേണ്ട ഒരു കാര്യമാണല്ലോ. ഡാൻസും പഠിച്ചിട്ടുണ്ട് ഞാൻ. അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എപ്പോഴാണ് നമുക്ക് ഒരു ഒരു അനക്കൊക്കെ വേണ്ടി വരാമെന്നറിയില്ല. താളബോധത്തോടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ കുട്ടികളെ ഡാൻസ്. അപ്പം കുഞ്ഞിലെ പഠിച്ചതല്ല? കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്. കുഞ്ഞിലെ വെച്ചാൽ ഞാനൊരു 10th പഠിക്കുമ്പോൾ പഠിക്കാൻ തുടങ്ങി. പക്ഷെ അരങ്ങേറ്റം ചെയ്തിട്ടൊന്നുമില്ല, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഡാൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളോട് പെട്ടെന്ന് ഇപ്പോൾ ഞാൻ അടുത്ത് സിനിമയിൽ അഭിനയിച്ച് വിളക്കുമരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു പാട്ട് പാടുന്നത് ഞാനാണ് സിനിമയിൽ. ഒരു പിക്നിക് സോങ് ആണ്. അപ്പോൾ അതിൻ്റെ കൊറിയോഗ്രാഫറായിട്ട് വന്ന പ്രസന്ന മാസ്റ്ററാണ്. അപ്പം കുട്ടികളുടെ കൂടെ ഞാനും ഡാൻസ് ചെയ്യണം. മാഷ് വിനോദ് റെഡിയല്ലേ? ഞാൻ പറഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞു. മാഷ് സ്റ്റെപ്പ് പറയണു, ഞാൻ കളിക്കണു. അപ്പോൾ എന്നോട് മാഷ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ആ മുമ്പ് പഠിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ മലയാള സിനിമയുടെ കോമഡി അവസ്ഥ എന്നതായിരിക്കും. ഇപ്പോഴത്തെ കോമഡി അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ ഡബിൾ മീനിങ് ആണ്. അശ്ലീലങ്ങൾ കൊണ്ട് കോമഡി ഉണ്ടാക്കുന്ന രീതി. അത് ഇപ്പം റിയാലിറ്റി ഷോയിലുണ്ട്, കോമഡി റിയാലിറ്റി ഷോയിലും കാണുന്നു, സിനിമയിലും കാണുന്നുണ്ട്. കാരണം ഇത് ഒരു കുടുംബസമേതം സിനിമ കാണാൻ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം എല്ലാവരും ചിരിക്കുമ്പം കുട്ടികൾ ചിരിക്കാതിരിക്കും. കുട്ടികൾ അച്ഛനോട് അച്ഛൻ എന്താ ഇപ്പം ചിരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് മറുപടി പറയാൻ പറ്റണം കുട്ടിയോട്, ഇതാണ് മോനെ കാര്യം എന്ന്. അങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ചില കോമഡികൾ കാണാം. എല്ലാ കോമഡികളും അല്ല കേട്ടോ. ഇപ്പം നമ്മുടെ പഴയ കാലത്ത് സത്യനന്ദിക്കാരൻ്റെ സിനിമയൊക്കെ എപ്പോഴും കാണുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണോ, നിഷ്കളങ്കമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആളുകൾ ചിരിക്കുന്നത്. പക്ഷെ ഇപ്പം പലപ്പോഴും പല സിനിമകളും കാണുമ്പോൾ തോന്നുന്നൊരു കാര്യം, ഈ ഡബിൾ മീനിങ്ങും ഈ അശ്ലീലങ്ങളും ഇല്ലാതെ ഒരു തമാശ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഈ ട്രൂപ്പുമായിട്ട് കോമഡി ചെയ്യുമ്പം എനിക്കുണ്ടായ അനുഭവമുണ്ട്. ഗൾഫിൽ ഞാൻ ഒരിക്കൽ പ്രോഗ്രാം ചെയ്തപ്പം പ്രോഗ്രാം കഴിഞ്ഞ് കമ്മിറ്റിക്കാർ വന്ന് എനിക്ക് ഷൈക്കിന് വിനോദ ഗംഭീരമാണ്, ഞങ്ങളൊക്കെ ഒരുപാട് ചിരിച്ചു വിനോദെ. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ട്രൂപ്പ് വന്നു വിനോദെ, അവരെ ഞങ്ങൾ പകുതിക്ക് നിർത്തിച്ചു. കാരണം എന്താണെന്നറിയോ, ഇവർ പറയുന്നത് മുഴുവൻ അശ്ലീലം. കുടുംബസമേതല്ലേ പ്രോഗ്രാം കാണുന്നത്. ഞങ്ങൾ പകുതിക്ക് വെച്ചൊന്നും വേണ്ട, നിങ്ങളിനി പരിപാടി അവതരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞയച്ചു. അവിടെയൊക്കെ നിങ്ങളൊക്കെ വേറിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ സത്യം തോന്നി. കാരണം പല ഘട്ടങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ ചില ട്രൂപ്പിലേക്കൊക്കെ വിളിക്കുമ്പം ട്രൂപ്പിൽ ചെന്ന് ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ ഈ സ്കിറ്റൊക്കെ വരുമ്പോൾ തന്നെ എനിക്ക് ആകെ ചടപ്പാവും. അയ്യോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണോ,
പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്കത് പറയാൻ പ്രയാസമുണ്ട്. കാരണം ഞാൻ എഴുതുന്ന സ്കിറ്റുകളിലൊന്നും അശ്ലീലങ്ങൾ ഉണ്ടാകും. കുടുംബസമേതം കാണാവുന്ന പ്യുവറാണ്. അത് 916 ആയിരിക്കും. അത് പറയാറുണ്ട്, പലരും പറയാറുണ്ട്. അത് ആ ഒരു സന്തോഷമുണ്ട്. അപ്പം ഞാൻ അമൃത TV നിന്നാണ് എൻ്റെ കാലൻ പിറവിയെടുക്കുന്നത്. കാലൻ കണ്ടിട്ടില്ലല്ലോ? കാലൻ്റെതെന്ന് വെച്ചാൽ കാലനെ പറ്റി നമുക്കൊക്കെ പറഞ്ഞ കേൾവിയല്ലേ ഉള്ളൂ. ആരും കാലനെ കണ്ടിട്ടില്ലല്ലോ. ഒരു കോഴിക്കാട്ടുകാരൻ്റെ മുന്നിൽ കാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഇതാണ് സ്കിറ്റ്. അപ്പൊ കാലനായിട്ട് എൻ്റെ സുഹൃത്ത് വരുന്നു. ഞാൻ കാലനെ, അപ്പോൾ കാലം നിങ്ങൾ ആരാ ചോദിക്കുമ്പോൾ ഞാൻ കാലന. ഏത് കാലേ എന്നാ ചോദിക്കും? ഏത് കാലേ? എനിക്ക് എത്ര കാലം അറിയാം? അല്ല എനിക്കറിയണ ഒരു കാലം ജീവൻ കൊണ്ടുപോണ കാലേ അതന്നെ ഞാൻ. അല്ല നിങ്ങളെന്താ ഇവിടെ? അപ്പം മൂപ്പര് ഇവിടെ ഇങ്ങനെ ഒരാളുടെ വീട് ഏതാന്ന് ചോദിക്കുമ്പോൾ അയാളെനിക്കറിയാം. അവിടെ എന്തിനാ അയാളെ കൊണ്ടുപോകുമ്പോൾ? അയാളെ കൊണ്ടുപോയി, അയാൾക്കൊരു ജലദോഷം കൂടി ഇല്ലല്ലോ, അയാളെ വെറുതെ കൊണ്ടുപോവുക. അപ്പം മൂപ്പര് പറയും, അതെ എനിക്ക് സമയമാകുമ്പോൾ ഞാൻ കൊണ്ടുപോകും, ആളെ വീട് അറിയെങ്കിലും ഒന്ന് പറഞ്ഞുതരി, ഇല്ലെങ്കിൽ എനിക്ക്. അപ്പം മൂപ്പര് എനിക്ക് എൻ്റെ ക്യാരക്ടറിന് ഇത്, അപ്പം നിങ്ങളൊരു പണി, ഞാൻ മൂപ്പരെ വിളിക്കാം, നിങ്ങൾ അപ്പോഴേക്കും ഇവിടെ ഒരു മോരുമ്പളം കുടിക്കണം മൂപ്പരെ പറഞ്ഞു വെച്ചിട്ടേ ഇയാളെ വിളിച്ചിട്ട് എടോ അന്നെ കൊണ്ടുപോകാൻ കാലം വന്നിക്കണേ, വേഗം രക്ഷപ്പെട്ടോ എന്ന് അയാളെ വിളിച്ച് പറയാ. ഒരു ജലദോഷം ഇല്ലാത്ത അന്നെ കൊണ്ട് കൊണ്ടുപോകില്ല, ഈ എങ്ങോട്ടേക്ക് പോയിക്കാൾ ബാഗ് ഇതൊക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്കും സ്ഥലം വിട്ടാൾ, മദ്രാസിലേക്കിട്ട് പോയിക്കോ, സ്ഥലം വിട്ടാൾ, കൊടുക്കരുത് കേട്ടോ, പിടി കൊടുക്കരുത്. എന്നിട്ട് ഇയാളെ പറഞ്ഞേക്കാണ്. എന്നിട്ട് ഞാൻ കാലിനോട് പറയും ഇപ്പം വരും കേട്ടോ, നമുക്ക് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും മുപ്പര് വരും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കാലിനായിട്ടുള്ള വിശേഷങ്ങൾ ചോദിക്കില്ല. അതിൽ കാലിനോട് അല്ല നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെ കൊണ്ട് എന്ത് കിട്ടു, കാലിനോട് എന്ത് കിട്ടൂ, ശമ്പളേ ഉണ്ടായല്ലേ. അപ്പൊ കാലൻ എടോ ഇതൊന്നും ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്നില്ല, ഇതൊക്കെ എൻ്റെ കർമ്മമാണ്. അത് ശരി, പൈസ കിട്ടൂല, ഇവിടെ ഞങ്ങളൊക്കെ പൈസക്ക് പണിയെടുക്കുന്ന ആൾക്കാരാട്ടോ. പിന്നെ സംശയങ്ങൾ ഓരോന്നാണ്. പിന്നെ നമ്മളെ പിന്നെ ജയൻ അവിടെ എന്ത് ചെയ്യണം, നമ്മളെ പഴയ ജയല്ലേ, ജയൻ അവിടെ എന്താ സിൽക്ക് സ്മിത എന്ത് ചെയ്യണം, ഇതൊക്കെ അറിയാനാണ് ഇയാൾക്ക് താല്പര്യം. അപ്പൊ കാലിന് ഇയാളുടെ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ കാലൻ ലാസ്റ്റിൽ കാലൻ എടോ തൻ്റെ കുട്ടി കളിക്കാന്ന് കാരണം അയാളവിടെ, അയാളെ വിളിക്കി. അപ്പം ഞാൻ വീണ്ടും വിളിച്ചു, എന്തായി? അപ്പോൾ വണ്ടി കയറിയോ, കിട്ടിയോ, വണ്ടി കിട്ടി, വിട്ടോ, നോക്കണ്ട കേട്ടോ, ഇനി ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരണ്ട, കാലിനൊക്കെ നമ്മൾ പറ്റിക്കൂലേ എന്നിട്ട് മനെ പറഞ്ഞു. എന്നിട്ട് കാലോട് വരും, നിങ്ങൾ വല്ലാണ്ട് കൊണ്ടുപോകുവാനെ, ഓനെ നിങ്ങൾ വല്ലാണ്ട് കൊണ്ടുപോകും. അപ്പോൾ കാലം എന്തേ, നിങ്ങൾ ഈ പറഞ്ഞ കുട്ടികൃഷ്ണൻ്റെ മോനെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്തു, ഓനെ ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറ്റി വിട്ട്, ഓൻ മദ്രാസിലേക്ക് പോവുക, ഓൻ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകില്ല, ജലദോഷം കൂടി ഇല്ലാത്ത ഓനായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ കാലം പറയൂ, ആ വളരെ സന്തോഷമായി, എന്തായാലും ഞാൻ പറഞ്ഞു വെച്ചല്ലോ, ഞാനത് ആലോചിച്ചിരിക്കുന്നു, ഇവൻ എന്താ വണ്ടി കയറാത്തത്. നാളെ രാവിലെ 6:30 മണിക്ക് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പം കാല് തെറ്റി പാളത്തിനടിയിൽ പോയിട്ട് മരിക്കേണ്ട ആളാവൻ. അവൻ എന്താ ഇത്രയും സമയമായിട്ട് ഇവിടെ നിൽക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇത് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ പണ്ടാര എന്ന് വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ കാലം പറയുന്നുണ്ട്, മരണത്തെ ആർക്കും തടുക്കാൻ പറ്റില്ലടോ, സമയം വരുമ്പോൾ ഞാൻ വന്ന് നിങ്ങളൊക്കെ കൊണ്ടുപോകും. കാലൻ, കണാരൻ, കാക്ക, ബാർബർ ഷോപ്പ്, ഇതൊക്കെയായിരുന്നു അമൃതയിലൂടെ പിറവിയെടുത്ത. കാക്കയുടെ ഒരു ഗംഭീര സാധനം. കാക്ക നമ്മൾ ഈ മരിച്ചുപോയ ഒരു കാക്കയായിട്ട് ഉണ്ടാവുന്ന ഹിന്ദുവിലൊരു സങ്കല്പം ഉണ്ടല്ലോ, മരിച്ചുപോയൊരു കാക്ക, പിതൃക്കളായിട്ട്. അപ്പോൾ ഈ കാക്കയെ നമ്മളെല്ലാവരും വീട്ടിൽ വരുമ്പോൾ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുക. കാക്കയോട് നമ്മൾ സ്നേഹം കാണിക്കുന്നത് വീട്ടിലായിരിക്കും മരിച്ചു കഴിഞ്ഞാൽ, ഈ ബലിയിടുന്ന സമയത്ത് മാത്രമാണ് കാക്ക വരണേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 2 കുടുംബങ്ങൾ, ഒരാൾ മരിച്ചു. അപ്പോൾ മുസ്ലിം കുടുംബത്തിലെ ആൾക്ക് അറിയില്ല ഈ മരിച്ചുപോയത് കാക്കയാണ്. അപ്പോൾ ഇയാൾ കാക്ക, ഈ മുസ്ലിം, ഈ ഹിന്ദുവിൻ്റെ വീട്ടിൽ കാക്ക വന്ന് ചോറ് തിന്നുമ്പോൾ ഈ മുസ്ലിം വന്നിട്ട് കാക്കേനെ ആട്ടുമ്പോഴാണ് അവിടുത്തെ പെണ്ണുങ്ങൾ, നിങ്ങൾ എന്താ കാട്ടിയത്, ബലായുധേട്ടനാണത് ആ പറന്നു പോയത്, പഠിച്ചോനെ ബലായുധ കാക്കയാ എന്നിട്ട് ഇയാൾക്ക് ആദ്യമായിട്ട് ഇതാണ്. പിന്നെ ഇയാളെ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഇയാളുടെ ഭാര്യ കാക്കേനെ ആട്ടുമ്പോൾ ഇയാൾ എടി ആട്ടരുത്, ബലായുധനാണത്, ബലായുധൻ മരിച്ചു. അപ്പം പെണ്ണ് അല്ലോ ബലായുധേട്ടൻ ഇനി. അപ്പോൾ ഇവർക്കും ഭയങ്കര. പിന്നെ കാക്കേനെ കാണുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ. ഒരു ദിവസം ഇവർ കാണുന്നത് മുറ്റത്ത് ഉണക്കാട്ടം നെല്ല് മുഴുവൻ കുറേ കാക്കകൾ വന്നിട്ട് തിന്ന് തീർക്കുകയാണ്. അപ്പോൾ ഇയാൾ വന്നിട്ട് ബലായുധ ഇത് ചതിയാണ്, അന്നെ ഞമ്മക്കറിയുള്ളൂ, ഇവരൊന്നും ഞമ്മക്കറിയില്ല, അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി, ഇജ്ജ് മാത്രം തിന്നോ, എല്ലാവരും കൂടി തിന്നല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ട കാക്കളും. അപ്പോൾ ഇയാൾ ഈ ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ മരിച്ചുപോയ ആളുടെ ഭാര്യനെ വിളിച്ചിട്ട് അങ്ങോട്ട് നോക്കി, ബലായുധൻ നമ്മളെ ചങ്ങായിയാ, ഓന് നമ്മൾ എന്തുമാണെങ്കിലും കൊടുക്കും, ഓ നമ്മളെ പേരിൽ വന്നോട്ടെ തിന്നോട്ടെ പോയിക്കോട്ടെ, പക്ഷേ ഈ അലമ്പ് ചങ്ങായിമാരെയും കൂട്ടി വന്നിട്ടുള്ള വണ്ടി തീറ്റണ്ടല്ല, അത് മാണ്ടാന്ന് ഇനി ഓൻ വരുമ്പോൾ വണ്ടി ചവിട്ടിലെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഈ വീട്ടിൻ്റെ മാവിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കാക്ക കാ കാന്നാണ്, അന്നെ കൊണ്ട് തന്നെയാണ് ഹിമാറയെ പറയണതെന്ന് നോക്കിയിട്ട്. ഇങ്ങനെ ഒരുപാട് തമാശകൾ. ശരിക്കും എനിക്കിപ്പോൾ ആ ഒരു നൊസ്റ്റാൾജി വരുന്നു കേട്ടോ. ആ റിയാലിറ്റി ഷോ ചെയ്ത് ഓരോ ഐറ്റം ചെയ്ത് കഴിയുമ്പോഴും ഓഡിയൻസിൻ്റെ ഭാഗത്തുള്ള ക്ലാപ്പിങ്ങും ജഡ്ജസിൻ്റെ പ്രതികരണങ്ങളെല്ലാം
അപ്പം ഞാൻ ഒന്നുകൂടി ഇങ്ങനെ അയവിറക്കുകയാണ് അമൃതയിൽ ഒന്നുകൂടി വന്നപ്പോൾ. അതെ, സന്തോഷമുണ്ട്. പക്ഷെ ചേട്ടാ വർത്താനം കേട്ടോണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ, ശരിക്കും ഞാൻ എന്റെ ആഹാരത്തിന്റെ കാര്യം ഞാൻ മറന്നു. പക്ഷെ ഇവിടെ ഞാൻ സത്യം പറഞ്ഞ ചേട്ടനായിട്ട് ആഹാരം വിളമ്പി തരേണ്ട കാര്യം ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ എന്നാലും ചേട്ടന്റെ വീടല്ലേ, അന്നേരം പിന്നെ ഞാൻ ഫോർമാലിറ്റിയോടുകൂടി ചേട്ടാ കഴിക്കൂ എന്ന് പറയണ്ടല്ലോ, ചേട്ടൻ സന്തോഷത്തോടെ. ഞാൻ മാംസം കഴിക്കില്ല കേട്ടോ. ഇത് മാംസം ഇല്ല ഇവിടെ. മാംസം കഴിക്കില്ല, ഞാൻ ഫിഷും വെജും മാത്രമേ കഴിക്കുള്ളൂ. ഇവിടെ വെജേ ഉള്ളൂ. ആ, വെരി ഗുഡ്. പനീർ അടിപൊളി. മീറ്റ് കഴിക്കുകയില്ല? ഇല്ല, ഞാൻ നോൺ കഴിക്കുന്നില്ല, നോൺ കഴിക്കാറില്ല. ഫിഷ് കഴിക്കും, ഫിഷ് കഴിക്കും. എന്താ ഇതിന്റെ പേരെന്താ പറയാ? ഇത് ബദാമി പനീർ. ആ, ബദാമും പനീറും കൂടെയുള്ള മിശ്രിതമാണ്. രണ്ടും എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. സലാഡും ഉണ്ട് അല്ലേ? പിന്നെ ഇന്ന് വേറെ ഒന്നും കഴിക്കണ്ടല്ലോ, ഞാൻ ഇത് കഴിച്ചാൽ മതി. കഴിച്ചിട്ട് ടേസ്റ്റ് പറയട്ടെ. പിന്നെന്താ? കോഴിക്കോട് സ്ലാങ്ങി പറയണേ. ഇതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നേ കോഴിക്കോട്ടൊരു ഹോട്ടലാണ്. രുചികരമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടലുണ്ട് കോഴിക്കോട്. അവിടുത്തെ അതേ ടേസ്റ്റാണ്. ആ ഹോട്ടലിൽ പോയി ഒരു തവണ ഭക്ഷണം കഴിച്ചാൽ പിന്നെ നമ്മൾ അവിടെ പോകുള്ളൂ, വേറെ എവിടെയും പോവുകയല്ല. നേരാ, മിക്ക സിനിമാക്കാരും ഒക്കെ വന്നാലും കോഴിക്കോട് ആ ഹോട്ടലിനെ പറ്റി പറയാറുണ്ട്. നല്ല ഭക്ഷണം. ഓക്കെ, താങ്ക് യു. ഇതിന് ഭയങ്കര കോമ്പിനേഷനാണ്. ബട്ടൂര അല്ലെങ്കിൽ പൂരി ഇതൊക്കെ കഴിക്കുക. ഇതിപ്പോ ബട്ടൂര ഞാൻ പൊറോട്ടയൊന്നും നല്ല. പക്ഷെ ബേസിക്കലി ഇപ്പൊ പറയല്ലേ ചേട്ടാ, പൊറോട്ട ഒന്നും തിന്നാണ്ടത് ചീത്തയാന്നൊക്കെ. അതുകൊണ്ട് വീറ്റ് കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ ഒരുപാട് ഞാൻ പറയുന്നു, ബട്ടൂരയും ആ ഒരു വർഗത്തിൽ പെട്ടതാന്നു. പക്ഷെ എന്നാലും ബദാം ഇടയ്ക്ക് കടിക്കുമ്പോഴേ നല്ല സുഖമുണ്ട്. അതാ ചേട്ടൻ ഈ വെജിറ്റേറിയനോ ഫിഷ് മാത്രമായത്, നോൺ ചിക്കൻ ഒന്നും വേണ്ടെന്ന് വെച്ചാൽ? മാംസത്തോട് എന്തോ ഒരു ഞാൻ കഴിച്ചിരുന്നു. ഞാൻ ശരിക്കും വെജിറ്റേറിയൻ ആയിരുന്നു. കല്യാണത്തിന് ശേഷം ഭാര്യ നിർബന്ധിച്ചിട്ടാണ് ഞാൻ നോണാവണം. ഭാര്യ നന്നായിട്ട് പാചകം ചെയ്യും. നന്നായിട്ട് അവൾ ഇറച്ചിക്കറി വെച്ചാലും സാമ്പാർ വെച്ചാലും ഫിഷ് കറി വെച്ചാലും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത് കഴിക്കാനുള്ള യോഗ എനിക്കില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം. പിന്നെ ഞങ്ങളതിലൊക്കെ ഈ കല്യാണം കഴിഞ്ഞാൽ വിരുന്ന് വിളിക്കുമല്ലോ വീട്ടിൽ. അപ്പം ഈ വിരുന്ന് അവിടെ വീട്ടുകാർ അപ്പം എപ്പോഴും കോഴിയും ആടും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പം ഞാൻ അതൊന്നും കഴിക്കില്ലെന്ന് പറയുമ്പോൾ അവർക്ക് സങ്കടം. അങ്ങനെ അവൾക്ക് വേണ്ടി കഴിക്കാൻ തുടങ്ങി. കുറച്ചു കാലം കഴിച്ചു. പിന്നെ എനിക്ക് വീണ്ടും വിരക്തിയായി. മാംസം കൊണ്ട് വേണ്ട. അങ്ങനെ ഞാൻ മാംസത്തിന് മുഴുവൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഫിഷ് മാത്രമാക്കി. ഫിഷിനോട് കുഴപ്പമില്ല. ഫിഷും കറി വെച്ചതിനോടാണ് താല്പര്യം, പൊരിച്ചതിനോടല്ല. ചെറിയ മീനുകൾ, കുഞ്ഞു കുഞ്ഞു മീൻ, നെത്തല്, മുള്ളൻ, കുഞ്ഞുമത്തി, അതൊക്കെ ആണെങ്കിൽ ചേച്ചി വരാഞ്ഞ കൂടെ. ചേച്ചി അവൾക്ക് പിന്നെ ഒരു ബാക്ക് പെയിൻ ഉണ്ട്. അപ്പൊ യാത്ര ചെയ്യാൻ ഒരു ചേച്ചി ഹൗസ് വൈഫാണ്. ഓക്കെ, എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. ദേവു എന്നാണ് പേര്, എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് അപ്പൊ ഞാനൊരു ഹൈ കേട്ടോ. അവൾക്കും എൻ്റെ ഒരു അടുത്തമ്മയൊക്കെ ഉണ്ട്. ഒരു സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചു, ഏട്ടാ എന്തായാലും പോണേ, അതിൻ്റെ പ്രോഗ്രാം എന്തായാലും പോകണം, അത് ഉഗ്രം പ്രോഗ്രാമാണ്, ഒരുപാട് വിശേഷങ്ങൾ പങ്കിടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് അയച്ചിരിക്കും. മക്കളായിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ ഹൈ കേട്ടോ. ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ പ്രോഗ്രാം ഒക്കെ കാണുന്നില്ലേ, അന്നേരം പിന്നെ എനിക്കൊരു ഇച്ചിരി ഇഷ്ടം കൂടുവേ. എന്തായാലും സന്തോഷമുണ്ട് ചേട്ടാ ഇവിടെ വന്നതിൽ, ഞങ്ങളോട് ഒത്തിരി വിശേഷങ്ങൾ പറയുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ചേട്ടാ പുതിയ പ്രോജക്റ്റ് ഏതൊക്കെയാ? പുതിയത് ഇപ്പം റിലീസാവാൻ പോണ പടം ഒന്ന് വിളക്കുമരം, നമ്മുടെ വിജയ് മേനോൻ ഡയറക്ട് ചെയ്ത പടം. ഭാവനയാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ. ഭാവനയുടെ കൂടെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് ഞാനും ഉണ്ട്. പിന്നെ ഗോഡ്സേ എന്ന് പറഞ്ഞൊരു പടം, വിനയ് ഫോർട്ട് നായകനാവുന്നൊരു പടം, അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ഇപ്പോൾ ഒരു സിനിമ വന്നിട്ടുണ്ട്, ബിരിയാണി കഥ. ഒരു ബിരിയാണി കഥ ഉണ്ട്. ഒരു ബിരിയാണിയുടെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു കോഴിക്കോടൻ സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ സ്ക്രിപ്റ്റിലും ഞാൻ സഹായിച്ചിട്ടുണ്ട് ആ സ്ക്രിപ്റ്റ് റൈറ്ററെ. ഒരു ട്രിവാൻഡ്രം സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പക്ഷേ അയാൾക്ക് ഇത് കോഴിക്കോടൻ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയാളെ കുറേ സഹായിച്ചു.